എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിനം കൂടി നമുക്ക് സമ്മാനിച്ച ദൈവത്തെ എല്ലാ വിധത്തിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഇന്ന് 107ാമത്തെ ദിവസം. ഞാൻ ഇന്നലെ 105 എന്ന് പറഞ്ഞു, 106 ഇന്ന് 107ാമത്തെ ദിവസം. ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ വോയിസ് ഇടുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി കയറാൻ അതിനൊരു പ്രചോദനം നമ്മള് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നടന്ന കണ്ടന്റ് വോയിസ് ഇടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തെല്ലാം കണ്ടന്റാണ് നമ്മൾ പറഞ്ഞത് അതിനെ ഒന്ന് എടുത്തു പറയുക. അപ്പൊ വോയിസ് ഇടാനുള്ള ഒരു പ്രോത്സാഹനം നമുക്കുണ്ടാവും. എവിടെയെങ്കിലും ഒരു വോയിസ് ഇടുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വോയിസ് ഇടാൻ പറ്റും. അത് എപ്പോഴും പറയുമ്പോൾ കഴിയുമെങ്കിൽ ആ കുറിച്ചു വെച്ചത് നോക്കി പറയണം. ഇപ്പോൾ കുറിച്ചു വെച്ച് നോക്കി പറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മള് വേറെ മേഖലയിലേക്ക് കടക്കാതിരിക്കും. പലപ്പോഴും നമ്മളൊരു പ്രസംഗം ഒരു വേദിയിൽ പ്രസംഗിക്കുകയാണ്. വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങും, അവസാനിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോകും. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കയ്യിൽ നിൽക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? ഒരു നോട്ടില്ലാത്ത. എത്ര വലിയ പ്രാസംഗികരും നോട്ട് വെച്ചാൽ പ്രസംഗിക്കും. എത്ര വലിയ പ്രാസംഗികരും എത്ര വാചാലമായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു നോട്ട് കയ്യിൽ വെച്ചേക്കും. ഏതൊക്കെ പോയിന്റ്, എല്ലാ പ്രസംഗങ്ങളും എഴുതി തയ്യാറാക്കി, കൊച്ചുകുട്ടികൾ പ്രസംഗങ്ങൾ എഴുതി തയ്യാറാക്കുമ്പോൾ പ്രസംഗങ്ങൾ തയ്യാറാക്കി വെക്കുന്നതല്ല, നോട്ട് തയ്യാറാക്കി വെച്ച്. നോട്ട് ഏത് ഓരോ വിഷയങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു വിഷയത്തിൽ നിന്നിട്ട് ഒന്ന് വഴിതെറ്റി പോയാലും പെട്ടെന്ന് അതിലോട്ട് കണ്ണു ഓടിക്കും, തിരിച്ചതിലേക്ക് പോകും. അപ്പോഴങ്ങനെ നമ്മൾ തയ്യാറായി പഠിച്ചു വരണം എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ നമുക്ക് സഭാകമ്പം മാറും, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവും, സംസാരിക്കാനുള്ള കഴിവുണ്ട്, വോയിസ് ഇടാനുള്ള കഴിവുണ്ടാവും, അതൊക്കെ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നലത്തെ വിഷയം എന്ന് പറയുന്നത് പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ വീടിന്റെ പരിസരം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മുടെ വീടിന്റെ അകത്ത്, റൂമിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോയി. അപ്പോഴേ റൂമിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ നമ്മൾ ഒരു കാര്യം പറഞ്ഞത് വിട്ടുപോയി. അതായത് മാറാല അടിക്കുന്ന കാര്യത്തില് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറാല അടിക്കുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്ത്. ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷമുള്ള വിഷയം എന്ന് പറയുന്നത് മാറാലയാണ്. മാറാല ഒരുപാട് പണ്ടൊക്കെ ഈ എച്ചനിടൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എല്ലാ സ്ഥലത്തും അത് അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ വായുടെ സൈഡിലും മുഖത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചൊറിച്ചിൽ വരുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അത് അവസാനം പല പ്രോസസ്സുകൾ, പണ്ടത്തെ നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തിയൊക്കെ പോകുന്ന രീതി. ഇതെല്ലാം ഈ പല്ലിയുടെയും ചിലന്തിയുടെയൊക്കെ ആക്രമണം മൂലം ഉണ്ടാകുന്നതാണ്. അതിന്റെയൊക്കെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ രാത്രി ഉറക്കത്തിൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടില്, നമ്മുടെ റൂമിൽ, പ്രത്യേകിച്ച് ബെഡ്റൂമില്, വീടിന്റെ അകത്ത് എങ്ങും മാറാല വരാൻ പാടില്ല. മാറാല നിമിഷങ്ങൾ കൊണ്ടാണ് നിമിഷങ്ങൾ കൊണ്ട്. ഇന്ന് രാവിലെ കാണുമ്പോൾ മാറാല ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഡോറിൽ പോലും ചിലപ്പോൾ മാറാല വരും. അതാണ് മാറാല ഉണ്ടാവാൻ തുച്ഛമായ സമയം മതി. അവര് വളരെ ഭംഗിയായിട്ട് കെട്ടിയുണ്ടാക്കുന്നത് നിമിഷങ്ങൾ കൊണ്ടുണ്ടാക്കും. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള ഒരു പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. അത് അവരെ കഷ്ടപ്പാടാണ്. ഒരു ജീവിയാണ്, സഹജീവി സ്നേഹമായിട്ടൊന്നും അവിടെ വെച്ചിരിക്കരുത്. അത് നമുക്ക് ദോഷമുള്ള സംഗതിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കള പറഞ്ഞപ്പോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുക്കളയിൽ വളരെ ഡ്രൈ ആയിരിക്കാൻ ശ്രമിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുക്കള ഡ്രൈ ആയിരിക്കും. എല്ലാ സ്ഥലവും നനഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഡ്രൈ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ഡ്രൈ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കും. ഏത് സമയവും ഡ്രൈ ആവും. അപ്പോഴേ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. എവിടെയും എല്ലാ സ്ഥലത്തും, ഞാൻ ഇന്നലെ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തില് ഞാൻ അവരെ അടുക്കളയിലേക്ക് പോയപ്പോൾ, എൻ്റെ അടുത്ത ബന്ധു ആയതുകൊണ്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടെ എല്ലാ ഈ റാക്കിന്റെ മുകളിൽ മൊത്തവും കുപ്പികൾ അടുക്കി വെച്ച്, നെയ്യ് വന്ന കുപ്പികൾ, തൈര് വന്ന കുപ്പികൾ എല്ലാം ഭംഗിയായി അടുക്കി വെച്ച്. എനിക്ക് തോന്നുന്നു ഒരു 50 കുപ്പിയെങ്കിലും കാണും, 50 ചെറിയ ബോട്ടിലെങ്കിലും കാണും. അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അവരെ ഷെൽഫൊക്കെ മനോഹരമായി ചെയ്ത ഷെൽഫാണ്. ഷെൽഫിനകമൊക്കെ എത്രത്തോളം
പാത്രങ്ങളുണ്ടോ ആ പാത്രങ്ങളെല്ലാം അടുക്കി 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 വെച്ച് എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്ത പാത്രങ്ങളെല്ലാം അടുക്കി തന്നെയാണ് വെക്കേണ്ടത്. പക്ഷെ ആവശ്യമില്ലാത്ത ബോട്ടിലുകൾ അതൊരു രസകരമായി വെച്ചേക്കും. ആവശ്യമില്ലാത്ത ബോട്ടിൽ ഞാൻ അങ്ങനെ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു പറഞ്ഞ് കൊള്ളാം. ഇവിടെ പാത്രങ്ങൾ തികയുന്നില്ല, വീണ്ടും പാത്രങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടാവും. അവിടെ ഇനി വെക്കാൻ സ്ഥലമില്ലാത്ത പാത്രം ഇരിക്കുന്നു. ഇനി വീണ്ടും പാത്രങ്ങൾ വാങ്ങണം. എന്ത് ഉണ്ടെങ്കിലും അപ്പോഴും വീണ്ടും ഓർഡർ ചെയ്യും എന്നാ പറയും. അതൊക്കെ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ഒരു അസുഖമാണ്. എത്ര ഉണ്ടെങ്കിലും പുതിയൊരു വെറൈറ്റി കാണുമ്പോൾ ഓഫർ കാണുമ്പോൾ ചാടി വീഴും. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ ഒന്നും നോക്കില്ല. അവിടെ ഓഫറാണ്, വിലക്കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. നമുക്ക് അതേപോലത്തെ 2 വേറെ ഇരിപ്പുണ്ട്. പക്ഷെ എങ്കിലും ഓഫർ കാണുമ്പോൾ അത് ലാഭകരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ഒരു രീതി, അത് ശരിയല്ല. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങുന്നതും അതുപോലെ തന്നെ. വസ്ത്രങ്ങൾ വാങ്ങുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പുതിയൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ചാടി വീണ് വാങ്ങും. അതുപോലെ ലേഡീസിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ തുണിത്തരങ്ങൾ, ഒരു കല്യാണത്തിനിടുന്ന തുണിത്തരങ്ങൾ അടുത്ത കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയാൽ നാണക്കേടാണ്, ഭയങ്കരമായ നാണക്കേട്. കഴിഞ്ഞ ആഴ്ചത്തെ കല്യാണത്തിന് ഞാൻ ഇതല്ലേ ഇട്ടത്, ഈ വസ്ത്രങ്ങൾ ഇട്ട് ആ സാരി ഉടുത്ത് അടുത്ത കല്യാണത്തിന് പോയാൽ ഇതിൽ പരം നാണക്കേട് വരാനില്ലെന്നാണ് പറയുന്നത്. എത്ര പൈസ ഇല്ലെങ്കിലും കടം മറിച്ച് അടുത്ത സാരി വാങ്ങും. ഇങ്ങനെ സാരികൾ വാങ്ങി കൂട്ടുന്ന ഒരവസ്ഥ അത് ഉണ്ടാവരുത്. അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല, ഒരിക്കലും ശരിയായ നടപടിയല്ല. അവിടെ എല്ലാം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സാമ്പത്തിക ഭദ്രത നോക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലും കിട്ടാനില്ലാത്ത 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. മറ്റു രാജ്യങ്ങൾ പോട്ടെ, മറ്റു രാജ്യങ്ങളിൽ പട്ടിണി രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അതല്ല, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ വാർഡിലുണ്ട് ഇതുപോലും കിട്ടാനില്ലാത്ത ആൾക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയൊക്കെ മിതത്വം പാലിക്കാൻ ശ്രമിക്കും. എല്ലാം ദാരിദ്ര്യമായിട്ട് ജീവിക്കണമെന്നല്ല ഞാൻ, മിതത്വം പാലിക്കണം. ഏത് കാര്യത്തിലും മിതത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൂട്ടാവൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ നേരെ നമ്മളെ ബെഡ്റൂമിന്റെ ആയാലും കോമൺ ആയാലും ഒരു ബാത്റൂം, ആ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, നാളെ അല്ല, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഒന്ന് നിരീക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാറാല മുകളിൽ എന്തായാലും ഉണ്ടാവും. അതിന്റെ ഒരു വെന്റിലേറ്റർ ഉണ്ടാവും. ആ വെന്റിലേറ്ററിന്റെ സൈഡില് ഒഴിഞ്ഞ കുപ്പികൾ, ഒന്ന് ഹാർപ്പിക്കിന്റെ കുപ്പിയായിരിക്കും, ഒന്ന് പേസ്റ്റിന്റെ കവറായിരിക്കും, ഒന്ന് നമ്മുടെ സോപ്പിന്റെ കവറുകളായിരിക്കും. ഇങ്ങനെ അടുക്കി വെച്ച് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കും. പഴയ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബ്രഷുകൾ, ഇങ്ങനെ നിരവധി സാധനങ്ങൾ എടുത്തു വെക്കുന്ന ബാത്റൂമിൽ അങ്ങനെ എടുത്തു വെച്ചിരിക്കും. അത് ശരിയായ നടപടിയല്ല. നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ബാത്റൂമിൽ ഉണ്ടാവൂ. ബാക്കി എല്ലായിടത്തും മാറ്റണം. എന്തിനാണ് നമ്മൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? ഈ ബോട്ടിൽ അവിടെ എടുത്തു വെച്ചിട്ട് എന്ത് ഉപയോഗമാണ്? നമുക്ക് സോപ്പിന്റെ കവറുകൾ അടുക്കി വെച്ചിട്ട് എന്ത് ഉപയോഗമാണുള്ളത്? അവിടെ അത് മാറ്റാനുള്ള സംവിധാനം എല്ലാ ബാത്റൂമുകളിലും. ഇത് ഏത് വീട്ടിൽ ചെന്ന് ഒരു ബാത്റൂമിൽ കയറിയാലും കാണുന്ന ഒരു അനുഭവമാണ്. അവിടെ ആവശ്യമില്ലാത്ത ഒഴിഞ്ഞ ബോട്ടിലുകൾ, ഇത് തറ കഴുകുന്ന ബോട്ടിലായാലും ശരി തന്നെ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആയാലും, ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്നതായാലും, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഒഴിഞ്ഞ ബോട്ടിൽ. അവിടെ കുളിമുറിയും കൂടെ ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാത്രം കഴുകുന്ന വസ്ത്രം കഴുകുന്ന അതിനു വേണ്ടിയുള്ള ഐറ്റംസുകളുണ്ട് അവിടെ കാണും. അതിന് കുറേ കവറുകൾ, അതെല്ലാം അവിടെ കാണും. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒഴിഞ്ഞ കാര്യങ്ങൾ അപ്പോഴേ അവിടെ നിന്ന് നീക്കം ചെയ്യണം. ഒരു കാരണം എപ്പോഴും ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല. നമ്മൾ ബാത്റൂം ആയാലും ശരി തന്നെ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അവിടെ കയറുമ്പോഴും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകും. പുതുതായി ബാത്റൂം പണിയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിയായാലും ബാത്റൂം പണിയുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലൈറ്റ് കളറായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡാർക്ക് കളർ ഉപയോഗിക്കുന്നത്. ഡാർക്ക് കളർ ഉപയോഗിച്ചാലുള്ള ദോഷം എന്ന് പറയുന്നത്, എത്ര അഴുക്ക് പിടിച്ചാലും നമ്മൾ അറിയില്ല. ചില ആൾക്കാർ പറയുന്ന പറഞ്ഞാൽ ലൈറ്റ് കളറായാൽ പെട്ടെന്ന് അഴുക്കാവുന്നു. ലൈറ്റ് കളർ ആയാലും ഡാർക്ക് കളർ ആയാലും അഴുക്കാവും. അഴുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് ആവുന്നത്. പക്ഷെ ലൈറ്റ് കളറിൽ അറിയും, ഡാർക്ക് കളറിൽ അറിയില്ല. അപ്പൊ അറിയുന്ന കളറ്, അഴുക്ക് പിടിച്ചാൽ അറിയുന്ന കളറേ ബാത്റൂമിൽ ഇടാം. കാര്യം, ബാത്റൂമിൽ വരുന്ന അഴുക്ക് നമുക്ക് ദോഷം ഉണ്ടാകുന്ന അഴുക്ക്. ആ അഴുക്ക് കളയുക തന്നെ വേണം. നമ്മൾ അതുകൊണ്ട്
ആ അഴുക്കിനെ കളയത്തക്ക വിധത്തിൽ ലൈറ്റ് കളറായിരിക്കണം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റ് കളർ യൂസ് ചെയ്താൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭിത്തി ഉൾപ്പെടെ നമുക്ക് നല്ല വൃത്തിയായി കഴിയും. ഭിത്തി ഉൾപ്പെടെ പലരും ഭിത്തി എത്രയോ കാലമായി തൊട്ടിട്ട് എത്രയോ കാലമായി. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഉദയകുമാർ സാറിന്റെ വീട്ടിൽ പോയി. ഉദയകുമാർ സാറിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ തിരിച്ചറിയുമ്പോൾ ഉദയകുമാർ സാർ പറയാണ്, സാറേ അവിടെ ആ കറ പിടിച്ചിരിക്കുന്നത് ഇത് ഓരിന്റെ കറയാണ് കേട്ടോ. ഓരിന്റെ ആ ഇത് സ്റ്റീലിന്റെ അല്ല ഇരുമ്പിന്റെ തുരുമ്പിന്റെ കറയാണ് കേട്ടോ. അത് ഞാൻ കണ്ടപ്പോഴേ എനിക്ക് അറിയാം അതങ്ങനെയാണ്. പക്ഷെ സാറത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മൾ കയറുമ്പോ സാർ അത് ശ്രദ്ധിക്കും, അടുത്ത ക്ലാസ്സിലാണ് പറയുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് സാർ അത് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് വളരെ വൃത്തിക്ക് തന്നെയാണ് അവിടെ ഇട്ടത്, വളരെ വൃത്തിക്കിട്ടിരിക്കുന്നു. പക്ഷെ എങ്കിലും സാറിന് ആ ഒരു ഫീലിങ്സ് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവാം. അതായത് മറ്റൊരാൾ കയറി വരുമ്പോ നമ്മളെ ബാത്റൂം കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ, ആ ഫീലിങ്സ് എനിക്കുണ്ടാവും. കാരണം എൻ്റെ വീട്ടില് ഒരു 3 വർഷത്തോളം എനിക്ക് ഈ കുഴൽക്കിണറിന്റെ വെള്ളം ഉപയോഗിക്കേണ്ടി വന്നു. അത് ഓരോ വെള്ളമായിരുന്നു. എൻ്റെ എല്ലാ വാഷ് ബേസിൻ, ക്ലോസറ്റ്, ടൈൽസ് എല്ലാം മഞ്ഞ കളറായിരുന്നു. അത് എത്രയോ കാലം, ഇന്നും അത് പോയിട്ടില്ല, പല സ്ഥലത്തും പോയിട്ടില്ല. എത്രയോ കാലം കൊണ്ട് ഇപ്പോഴും തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അതല്ല, നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം ബാത്റൂമുകൾ വൃത്തിയാക്കാതിരിക്കരുത്. പിന്നെ അത് മാത്രമല്ല, ബാത്റൂം നമ്മള് തറ തുടയ്ക്കുന്ന ഏത് മോപ്പ് അങ്ങനെയുള്ള ഐറ്റംസിലെല്ലാം എവിടെ കൊണ്ടുവന്നു? ബാത്റൂമിൽ ഒരു മൂലയിൽ കൊണ്ടുവച്ചേക്കും. മോപ്പ് പോലുള്ളത് പലതരത്തിലുള്ള മോപ്പ് കാണും, അത് ബാത്റൂമിലായിരിക്കും. ചൂല് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കും. ചില വീടുകളിൽ കയറുമ്പോൾ കാണുന്നതാണ്, ചൂല് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കും. ഒരു പാത്രം നിറച്ച് അടിവസ്ത്രങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ തൂങ്ങി ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ഒരു അവസ്ഥ. അതൊക്കെ നമ്മളെ വീട്ടില്, നമ്മളെ സ്വകാര്യ ബെഡ്റൂം ആണെങ്കിൽ പോലും എപ്പോ വേണമെങ്കിലും നമുക്കൊരാൾ കയറി വരാം, എപ്പോ വേണമെങ്കിലും നമ്മുടെ ബാത്റൂമിലേക്ക് ഒരാൾ കയറാം, അത്യാവശ്യ ഘട്ടങ്ങളിൽ കയറ്റാം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും കഴിയേണ്ടത്. ഏത് സമയവും ആ രീതിയിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. അവിടെ പലപ്പോഴും നമ്മൾ ബാത്റൂം ശ്രദ്ധിക്കാറേ ഇല്ല. അവിടെ ഇരിക്കുന്ന ബക്കറ്റ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി കഴുകിയിട്ട് അഴുക്കും പോരും പിടിച്ച് വളരെ മോശമായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. വളരെ മോശമായിട്ടായിരിക്കും. അത് നമ്മൾ കഴുകി വെക്കണം. ഒരു 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 ദിവസം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വിചാരിച്ചാൽ മതി, നല്ല ഭംഗിയാക്കി കഴുകി വെക്കാൻ പറ്റും, നല്ല രീതിയിൽ കഴുകി വെക്കാൻ പറ്റും. ചില ആൾക്കാര് ബാത്റൂമിനകത്ത് തുണി കഴുകുന്നതിന് വേണ്ടി നല്ല ടൈൽസ് കെട്ട ബാത്റൂമാണ്, അതിനകത്ത് പാറക്കല്ല്, വലിയ വീതിക്ക് പാറക്കല്ലൊക്കെ എടുത്ത് ഉയർത്തി വെച്ച്, സാധാരണ വെളിയിൽ മുറ്റത്ത് എങ്ങനെ ചെയ്യും അതേപോലെയൊക്കെ ചെയ്യണം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാത്റൂമാണ്, അതിനെ നശിപ്പിച്ചു വെച്ചേക്കും. ചില സ്ഥലത്ത് 4ഉം 5ഉം ബക്കറ്റ് വെച്ച് നിറച്ചു വെക്കും. 4, 5 ബക്കറ്റ്. എങ്ങനെയാണ്? തുണി കഴുകുന്നതിന് ബക്കറ്റുകൾ 2-3 ബക്കറ്റ് ഉണ്ട്, അത് വെച്ച് പോയി. കഴിവതും അവിടെ വെച്ച് തുണി കഴുകാതിരിക്കാൻ നോക്കുക. തുണി കഴുകുന്നത് പുറത്ത് വേറെ എവിടെയെങ്കിലും ഒരു സൗകര്യങ്ങൾ ചെയ്യുക. ബാത്റൂമിനകത്ത് തുണി കഴുകുന്നതിനേക്കാൾ നല്ലത് പുറത്തെവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും. ഓപ്പൺ ടെറസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്ഥലമുള്ളവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇല്ലെങ്കിൽ, എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ബാത്റൂമിനകം വളരെ വൃത്തിയായി സൂക്ഷിക്കണം. ഏറ്റവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യം അവിടെയാണ്. ഒരു എയർ ഫാൻ, അതായത് എക്സോസ്റ്റ് ഫാൻ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനകത്തോട്ട് കയറുമ്പോഴുള്ള സ്മെല്ല്, ബാത്റൂമിന്റെ സ്മെല്ല് വരാതിരിക്കൂലേ? നമ്മുടെ കോഫി ഉപയോഗിക്കണമെങ്കിൽ സ്മെല്ല് വരാതിരിക്കും. കോഫി നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വീടുകളിലെ ബാത്റൂം സ്മെല്ല് ഉണ്ടാവില്ല. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഞാൻ പറഞ്ഞത് ബാത്റൂമായ സ്മെല്ല് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ബാത്റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആ ഒരു എക്സോസ്റ്റ് ഫാനും കൂടി ഓൺ ചെയ്തിട്ട് വേണം അതിനകത്ത് കയറാൻ, തിരിച്ചിറങ്ങാൻ പറ്റും. എക്സോസ്റ്റ് ഫാൻ ഇല്ലാത്ത സ്ഥലത്ത് ആ വെന്റിലേറ്റർ അടച്ചു മൂടിയിടരുത്. കുറച്ചെങ്കിലും തുറന്നിട്ട് ആ സ്മെല്ല് പുറത്തു പോകുന്ന വിധത്തിലേക്ക് ആയിരിക്കണം നമ്മൾ അത് ചെയ്യണം. എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിടണം. ബാത്റൂം എപ്പോഴും ക്ലീൻ ചെയ്തിടണം. തറയായാലും ഭിത്തിയായാലും ക്ലോസറ്റ് ആയാലും എപ്പോഴും ക്ലീൻ ചെയ്തിടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അതാണ് എനിക്ക് ബാത്റൂമിന്റെ വിഷയത്തിൽ എനിക്ക് പറയാം. നെക്സ്റ്റ്, അവിടെ നേരെ നമ്മള് ഹാളിലേക്ക് കടന്നു. ഹാളിലേക്ക് കടന്നാൽ ഹാളില് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഹാളിൽ പോലും അയ കെട്ടുന്ന ആൾക്കാർ ഹാളിൽ പോലും ഇപ്പോഴേ അത് കുറവാണ്, വളരെ കുറവാണ്.
ഒരു 10% ഇല്ല, ഒരു 5% ആൾക്കാരൊക്കെ ഹാളിനകത്ത് അയ കെട്ടുന്ന ആൾക്കാർ. അതേസമയം 50% ആൾക്കാർ ബെഡ്റൂമിൽ അയ കെട്ടുന്ന ആൾക്കാരാണ്. ഞാനത് പറഞ്ഞു, അയ കെട്ടാൻ പാടില്ല. അപ്പോൾ അത് ഹാളിലാണെങ്കിലും ഹാളിലുമേ അയ എന്ന് പറയുന്നത് മുറ്റത്ത് കെട്ടേണ്ടതാണ്, നമ്മുടെ വീട്ടിനകത്ത് കെട്ടേണ്ട സാധനമല്ല. ആ കാര്യങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അതിനുശേഷം നമ്മൾ ഹാളിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെറ്റി ആയാലും ഡൈനിങ് ടേബിൾ ആയാലും ഏത് ഉപകരണങ്ങളായ ഏത് ഫർണിച്ചറുകളായാലും ശരി തന്നെ നമുക്ക് സ്ഥാനമാനങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ മൂവിങ് ഉണ്ടാവും. ഏത് കാര്യങ്ങളാണ് ഇടുന്നത് അത് മൂവിങ് ഉണ്ടാവും. നമ്മൾ ഒരു സെറ്റി ഇട്ടിട്ടുണ്ട്, സെറ്റി 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് സെറ്റി അങ്ങനെ തന്നെ കിടക്കുക, ഒരു കാരണവശാലും കിട്ടുകയില്ല. സെറ്റി ഇടുന്നത് മാസത്തിലൊരിക്കലെങ്കിലും റൊട്ടേറ്റ് ചെയ്യണം. സെറ്റി കിടക്കുന്ന സ്ഥലം, ടീപ്പോ കിടക്കുന്ന സ്ഥലം, അത് ദിശകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ, ഒന്ന് അതിന്റെ തറ വളരെ മോശമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം മുരളി സാറ് സംസാരിച്ചപ്പോൾ അത് സംസാരിച്ചു. അതായത് ഞാനൊന്ന് കട്ടിലൊന്ന് മാറ്റി നോക്കിയപ്പോൾ കട്ടിലിന്റെ അടിഭാഗം ഇത് മഞ്ഞ കളറിൽ എത്രയോ കാലമായി അവിടെ കിടക്കുന്ന അതിനെ ചുരണ്ടി എടുക്കേണ്ട ഒരവസ്ഥ വന്നു. അത് മാത്രമല്ല, അതിന്റെ അടിയിൽ ഒരുപാട് പൊടി കാണും, ഒരുപാട് മാറാല കാണും, എല്ലാം കാണും. എല്ലാ സെറ്റിയുടെയും അടിഭാഗത്ത് ഇതൊക്കെ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ഥാനചലനങ്ങൾ മാറ്റണം. ചില സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലമുണ്ട്, നമുക്ക് മാറ്റാൻ പറ്റാത്ത സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ സ്ഥലമുള്ള സ്ഥലത്ത് നമുക്ക് മാറ്റാമല്ലോ. സ്ഥലമുള്ള സ്ഥലത്ത് നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഹാള് നമുക്ക് വൃത്തിയാക്കി ഇടാം, സ്ഥാനചലനങ്ങൾ ഉണ്ടാക്കി എടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഉള്ളിൽ വെക്കുന്നത് നല്ലത്. അത് നോക്കാൻ കഴിവുള്ളവരെ വെക്കാൻ കേട്ടോ, അതിനെ നശിപ്പിച്ചിട്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. പ്ലാന്റ് എപ്പോഴും ആ പ്ലാന്റ് അതിനകത്ത് തന്നെ വെച്ചാൽ പ്ലാന്റുകൾ മാറ്റി മാറ്റി വെക്കണം. നമ്മൾ പുറത്ത് പ്ലാന്റ് ഉള്ളവർ മാറ്റി മാറ്റി പ്ലാന്റ് വെക്കാം. പ്ലാന്റ് വെക്കുന്നത് നമ്മുടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകൾ. ആ പ്ലാന്റുകൾ വെച്ചാൽ നമ്മളെ എപ്പോഴും മനുഷ്യന് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടീപ്പ് ഉണ്ടെങ്കിൽ ആ ടീപ്പ് വരെ പുറത്ത് ഇങ്ങനെ വലിച്ചു വാരി പല സാധനങ്ങളും ഇടുന്ന ഒരു സ്വഭാവം, അതും മാറ്റിയെടുക്കും. അതും അടുക്കി വെക്കുന്ന രീതി ഉണ്ടാവണം. അതും അടുക്കി വെക്കുന്ന രീതി ഉണ്ടാവണം. ഏത് കാര്യങ്ങളായാലും ശരി തന്നെ നമ്മൾ എടുക്കുന്ന സാധനം അതേപോലെ തിരിച്ചു വെക്കണം. എവിടെയാണോ എടുക്കുന്നത് ആ സാധനം അതുപോലെ തിരിച്ചു വെക്കണം. ഇല്ല എങ്കിൽ നമ്മൾ പല സ്ഥലത്തും വലിച്ചു വാരി ഇടും. ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ കാലമായി ഉപയോഗിച്ച കഫ് സിറപ്പിന്റെ പോണി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുളികകൾ, ടാബ്ലറ്റ് ഇട്ട് വയ്ക്കുന്ന പോണികൾ, അങ്ങനെ ഇങ്ങനെ നിരവധി സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാണാം ചില സ്ഥലത്ത് ചെന്ന്. അതിന്റെ പുറത്ത് ഒരു സാധനവും കാണാൻ പാടില്ല. ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഒരു സാധനവും കാണാൻ പാടില്ല. അവിടെ കഴിയുമെങ്കിൽ ഒരു ജഗ്ഗും വെള്ളവും ഒരു ഗ്ലാസും വെച്ചാൽ കുഴപ്പമില്ല. അതുപോലും അതിന്റെ പോലും ആവശ്യമില്ല. അത് വെക്കുന്നത് കൊണ്ട് ദോഷമില്ല. പക്ഷേ അല്ല, ഒരു സാധനങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല. മിക്ക വീടുകളിൽ ചെല്ലുമ്പോഴും വളരെ മോശമായ അവസ്ഥയാണ്. ഇനി അത് നേരെ മിക്ക വീടുകളിലും ഷോക്കേസുകളുണ്ട്. ഷോക്കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ചിരി വരും. എത്രയോ വർഷങ്ങളായി കൂടി പിടിച്ച് അതിനകത്ത് ഇരിക്കുന്ന കുറെ സാധനങ്ങൾ, എന്ത് സാധനങ്ങൾ കൊണ്ടുവന്നാലും അതിനകത്ത് കുത്തിക്കയറ്റും. എന്ത് സാധനങ്ങൾ, ചില ഷോക്കേസ് തുറന്നിട്ട് എത്രയോ കാലമായി. ഇനി അല്ലാത്ത സ്ഥലങ്ങളിലെ എല്ലാ സാധനവും കൊണ്ടുവന്നതിനകത്ത് എന്ത് സാധനം അടുക്കും ചിട്ടയോടെ നമ്മൾ വെക്കില്ല. അത് അടുക്കും ചിട്ടയോടെ ഒരു ദിവസം നിങ്ങൾ നിന്നിട്ട്, വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം നിന്നിട്ട് ഒന്ന് വൃത്തിയാക്കി ആ ഗ്ലാസ് ഒക്കെ ഒന്ന് പറക്കി. സ്വാഭാവികമായിട്ടും ആ ഗ്ലാസ് തുടച്ച് പറക്കുന്നതിന് സമയം വേണ്ടി വരും. സമയം എടുത്തുകൊണ്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ ഷോക്കേസ് ഒന്ന് വൃത്തിയാക്കി മനോഹരമാക്കി വെച്ചാൽ എത്രയോ ഭംഗിയാണ്. ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ എന്ത് വൃത്തിയാണ്, കാണാൻ എത്ര മനോഹരമാണ്. ആ രീതി ഉണ്ടാവും. മിക്ക വീടുകളിലും TV ഉണ്ട്. ഇന്ന് സ്ലൈഡ് പോലെ ഇരിക്കുന്ന വളരെ സ്ലിം ആയിട്ടുള്ള TV ആയതുകൊണ്ട് ആ പ്രശ്നം വരില്ല. പക്ഷെ ആ TV അല്ലാത്തവർ പഴയ TV ആണ് ഇരിക്കുന്നവര്, TVയുടെ മുകളിലും കുറേ സാധനങ്ങൾ, TVയുടെ മുകളിലും നിരന്ന് സാധനങ്ങളുണ്ട്. എന്തിനാണ് അവിടെ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ആ TVയുടെ മുകളിലും ഇതുപോലെ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവമാണ്.
ആ ടി വിയുടെ മുകളിൽ കുറേ സാധനങ്ങൾ എടുത്തു വെക്കും. അപ്പോൾ ആ സാധനങ്ങൾ നമുക്ക് ഇത് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അത് വളരെ മോശമാണ്, വളരെ മോശമായ ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം കയറി വരുന്നത് സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ ഹാളിലാണ്. ആ ഹാളിൽ ഭംഗിയായി, എപ്പോഴും ഭംഗിയായി കണ്ണിന് കുളിർമ ഉണ്ടാവുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിക്ക് ഒരു കാരണവശാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോഴത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കും. അത് ഷോക്കേസ് ആയാലും അവിടെയുള്ള ഏതെങ്കിലും അലമാരകളായാലും അതുപോലെ സെറ്റി ആയാലും ടീപ്പോ ആയാലും നമ്മുടെ ഡൈനിങ് ടേബിൾ ആയാലും ടി വി ആയാലും അവിടെ വെക്കുന്ന എന്ത് ഉപകരണങ്ങളായാലും, ഏത് ഉപകരണങ്ങളായാലും, വാഷ് ബേസിനായാലും എന്ന് വേണ്ട എല്ലാ ഉപകരണങ്ങളും, എല്ലാ ഫർണിച്ചറുകളും എല്ലാം വളരെ ഭംഗിയാക്കി വെക്കാനുള്ള പരിശ്രമം നടത്തണം. കണ്ണിന് കയറി വരുമ്പോൾ കണ്ണിന് എപ്പോഴും കുളിർമയുണ്ട്. ഭിത്തികളിൽ ഏതെങ്കിലും ഒരു പൂക്കളോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ നോക്കണം. സ്റ്റെയർ കേസിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതിനെല്ലാം അടുക്കും ചിട്ടയോടെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയാവും. എപ്പോഴും ഒരാൾക്ക് കയറി വരുമ്പോൾ സന്തോഷകരമായ അനുഭവം ഉണ്ടാവണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. നമ്മൾ പകൽ സമയത്ത് ഈ ഹാളിലെയും വീട്ടിനുള്ളിലുള്ള എല്ലാ ജനാലകളും തുറന്നിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായി മാറിക്കും. നമുക്ക് ആ ബാഡ് സ്മെല്ല് അറിയാനേ കഴിയില്ല. മിക്ക മുന്തിയ വീടുകളിൽ പോകുമ്പോഴും വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അസഹനീയമായിട്ടുള്ള ഒരു സ്മെല്ലാണ്. ആ സ്മെല്ല് നമുക്ക് അവരോട് പറയാൻ കഴിയില്ല, പക്ഷേ വല്ലാത്തൊരു സ്മെല്ലാണ്. ആ സ്മെല്ലുണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ജനാലകൾ ജനാലകൾ തുറന്നിട്ടുകൊണ്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും വീടും പരിസരവും വളരെ ശുചിയായി കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.